ദിവ്യ സന്ദേശം. എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ടൈംലെസ് കളക്റ്റീവ് വായനയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീഡിയോ കാണാൻ കഴിയും. പോസിറ്റീവ് മനസ്സോടെ നമുക്ക് വായന ആരംഭിക്കാം. സ്നേഹിതനായ ആത്മാവിന് സൽവാം. നിനക്ക് കിട്ടിയ കാർഡുകൾ സംസാരിക്കുന്നു. അവയുടെ ജ്ഞാനം ആഴത്തിലുള്ള രൂപാന്തരവും അകത്തുനിന്നും പ്രതീക്ഷയുള്ളവയും വെളിപ്പെടുത്തുന്നു. അവരുടെ സന്ദേശത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാം. അവക്ക് നൽകുന്ന മാർഗനിർദ്ദേശം വെളിപ്പെടുത്താം. ജസ്റ്റിസ്. ഈ യാത്ര അടിസ്ഥാനം അവകാശങ്ങളും സമത്വവും ആവശ്യപ്പെടുന്നു. ഈ കാർഡ് സത്യം വിജയിക്കുന്നതും പ്രവർത്തികൾ തങ്ങളുടെ യോജിച്ച ഫലങ്ങൾ ലഭിക്കുന്നതും ഓർക്കും. നിന്റെ തീരുമാനം നന്മയും സത്യതയും നയിക്കുന്നതുപോലെ നീ നീതിയുടെ തുലയുടെ ആഹ്വാനം സ്വീകരിക്കും. നൈറ്റ് ഓഫ് സ്വേർഡ്സ്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് വേഗത്തിലുള്ള പ്രവർത്തനത്തിനും മാനസിക സ്പഷ്ടതയ്ക്കും വരവായി. നീ നിന്റെ ബുദ്ധി, ധൈര്യം നിശ്ചിതമായി ഉപയോഗിക്കേണ്ട സമയമാണ്. നിന്റെ ലക്ഷ്യങ്ങൾ നിശ്ചിതമായി പിന്തുടരുവാൻ സമയമാണ്. എന്നാൽ ഈ ഊർജം വേഗത്തിൽ തർക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ പരിണാമാത്മകമായ വിധികളിലേക്കുള്ള പാഠങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. പേജ് ഓഫ് പെന്റക്കിൾസ്. പേജ് ഓഫ് പെന്റക്കിൾസ് പുതിയ വളർച്ചയും പഠനത്തിനുള്ള അവസരങ്ങളെ സ്വീകരിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നു. ഈ കാർഡ് വസ്തുതയിലോ സാമ്പത്തിക മേഖലകളിലോ പുതിയ തുടക്കത്തെ പ്രതിനിധീകരിക്കുന്നു. അതിന്റെ നിഗമനങ്ങൾ ഉത്സാഹത്തോടെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ യാത്ര മൂലം മൂല്യവത്തായ പ്രതിഫലങ്ങളും ധാരണകളും ലഭിക്കുമെന്ന് വിശ്വസിക്കുക. ദേവന്റെ പ്രത്യക്ഷത നിനക്ക് തടസ്സങ്ങളും മാതൃകകളും നേരിടേണ്ടിയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഇത് നിന്റെ സ്വാതന്ത്ര്യവും വളർച്ചയും നിയന്ത്രിക്കുന്നു. ഈ സ്വാധീനങ്ങളെ സ്വീകരിക്കുക. ഒപ്പം ഈ ബന്ധങ്ങൾ രസതന്ത്രത്തിൽ ചേർക്കുക. അടങ്ങിയ ശക്തി പുനഃസ്ഥാപിക്കാനുള്ള സമരം ഏറ്റെടുക്കുക. മൃത്യു ഒരു ഗഹനമായ രൂപാന്തരത്തെ സൂചിപ്പിക്കുന്നു. ഇത് ഒരു പ്രധാനമായ അധ്യായത്തിന്റെ അവസാനവും പുതിയതിന്റെ തുടക്കവും അടയാളപ്പെടുത്തുന്നു. ഈ പരിവർത്തനം സമാധാനത്തോടെ സ്വീകരിക്കുക. ഇത് പുതുതായി ലഭിക്കുന്ന അവസരങ്ങൾക്കും വളർച്ചയ്ക്കും വഴി തുറക്കും. നീ വിട്ടുവിടുന്നതിലൂടെ പുതിയ സാധ്യതകൾക്ക് സ്ഥലം ഒരുക്കുമെന്ന് വിശ്വസിക്കുക. 4 ഓഫ് പെന്റക്കിൾസ്. അവസാനം 4 ഓഫ് പെന്റക്കിൾസ് സുരക്ഷയുമായി കുറിച്ച് നീക്കേണ്ടതിന്റെ ആവശ്യകതയെ വിശകലനം ചെയ്യുന്നു. നിന്റെ വിഭവങ്ങളും ശാന്തിയും സംരക്ഷിക്കുന്നതു പ്രസക്തമാണ്. എന്നാൽ നിന്റെ ആകസ്മികമായ ചിന്തകളിലോ നഷ്ടഭയം ചെല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബാലൻസ് അനിവാര്യമാണ്. മാറ്റങ്ങളെ സ്വീകരിക്കുക. ആകാശത്തിന്റെ അഭിസംബോധനയിൽ വിശ്വസിക്കുക. ആകെ ഈ കാർഡുകൾ പ്രകാശിപ്പിക്കുന്ന പാത, രൂപാന്തരം, പ്രവർത്തനം, സന്തുലനം എന്നിവയാണ്. ജസ്റ്റിസിന്റെ പാഠങ്ങളും നൈറ്റ് ഓഫ് സ്വേർഡ്സിന്റെ ഉത്തേജനവും സ്വീകരിക്കുക. ദേവനും മൃത്യു പ്രതിനിധീകരിക്കുന്ന വെല്ലുവിളികളും അവസരങ്ങളും നേരിടുക. പേജ് ഓഫ് പെന്റക്കിൾസ് വളർച്ചയെ വളർത്തുക. 4 ഓഫ് പെന്റക്കിൾസ് നൽകിയ ഊർജങ്ങളെ ശ്രദ്ധിക്കുക. ഈ യാത്രയുടെ വിശ്വാസത്തിൽ ചിന്തിക്കുക, കാരണം ഇത് നിന്നെ ഉയർന്ന മനസ്സും സമ്പൂർണമായ ജീവിതത്തിലേക്കും എത്തിക്കുന്നു. നിനക്ക് ധൈര്യവും ക്ലാരിറ്റിയും തേടാൻ പോകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവുചെയ്ത് ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ്. നന്ദി, നമസ്കാരം.